കോൺഗ്രസിൽ കുറച്ച് ദിവസം മുമ്പ് വരെ പരസ്പര തല്ലായിരുന്നു. ഇപ്പൊ തല്ലിന് പകരം തലോടലാണ്. ഇപ്പൊ ഷാഫി പറമ്പിൽ പറയുന്നു താങ്കളാണ് മുന്നേ നിൽക്കേണ്ടെന്ന് കെ സുധാകരനോട് പറയുന്നു. കെ സുധാകരൻ പറയുന്നു അല്ല, നീ മുന്നേ പോയി, ഞാൻ പിന്നോട്ടാണ് പോയത്. പരസ്പരം ഒരു തലോടലിലോട്ടാണ് കോൺഗ്രസ് പോകുന്നത്. കുമാരനാശാൻ്റെ വീണപൂ എന്ന കവിതയിൽ പറയുന്നുണ്ട്, ഇവിടെ കൊഴിഞ്ഞങ്ങ് പോയാൽ പോലും അങ്ങ് കൽപ്പദ്രുമത്തിൽ വീണ്ടും പിരിഞ്ഞിടും എന്നാണ്. പക്ഷെ അങ്ങ് ഉയരങ്ങളിലേക്കാണ് സുധാകരൻ പോയിരിക്കുന്നത്. കോൺഗ്രസ്സിലെ എന്താ ക്ഷണിതാവ്, പ്രത്യേക ക്ഷണിതാവ്. CPM-ലും ഒക്കെ ഉണ്ട്, കോൺഗ്രസ്സുകാരും ഇപ്പോൾ അത് എടുത്തിരിക്കുകയാണ്. ക്ഷണിതാവ് എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെ പണിയൊന്നുമില്ല, ഒരിടത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നു എന്നർത്ഥമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. സുധാകരനെ ഇവരെന്തിനാ ഇപ്പം മാറ്റിയത്? അങ്ങനെ കെ സുധാകരനെ ഒരു വശത്തേക്ക് അടിച്ചിരുത്താൻ പറ്റുമോ? സുധാകരൻ ഇത്തിരി തൻ്റെ ഇടം ഉള്ള ആളാണ്. മാർത്താണ്ഡവർമ്മയുടെ നാട്ടിൽ നിന്ന് വരുന്നവനാണ്. മാർത്താണ്ഡവർമ്മയുടെ ഒറിജിൻ അങ്ങ് കണ്ണൂരെന്നാണ് പറയുന്നത്. തിരുവിതാംകൂറിൽ വന്ന് പലരെയും അമർച്ച ചെയ്തു, ശക്തനായ ഭരണാധികാരിയായി. അതേ ആർജവത്തോടുകൂടിയാണ് സുധാകരൻ അവിടുന്ന് വണ്ടി കയറി വന്നത്. പക്ഷേ സുധാകരനെ ഭരിക്കാൻ അനുവദിക്കത്തില്ല. അതല്ലേ അത് ഈ കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നമാണ്. ഇപ്പോൾ പുതുതായിട്ട് വന്ന സണ്ണി ജോസഫ് അങ്ങ് ഭരിച്ചു മറിക്കുമോ? ഒന്നുമില്ല. ഇതൊക്കെ എവിടെ വരെ പോകും നമുക്ക് കാണാമല്ലോ. ഇപ്പോൾ ഒന്നുമില്ല, പക്ഷേ ഇനിയിപ്പോൾ അങ്ങോട്ട് തുടങ്ങും. നമ്മുടെ മുരളീധരൻ തന്നെ പറഞ്ഞില്ലേ, ഈ സണ്ണി ജോസഫിൻ്റെയും ആൻ്റോ ആൻ്റണിയുടെയും പേര് വന്നപ്പോൾ പറഞ്ഞു, പടം കാണിച്ചാലെങ്കിലും നാട്ടിലുള്ളവർക്ക് മനസ്സിലാകണം ഇത് ആരാണ്. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയാത്തവരെയാണ്. അത് ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടി ഏകദേശം 10 വർഷമായിട്ട് ഈ ഒരു കേരളം ഭരിക്കുന്നില്ല, അല്ലെങ്കിൽ കേരളത്തിലുള്ള പല ആൾക്കാരും പ്രതിപക്ഷ നേതാവിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ മുതിർന്ന കുറച്ച് നേതാക്കളെ ഒഴിച്ച് ബാക്കി ആരെയും അറിയത്തില്ല. അറിയപ്പെടാനുള്ള സാഹചര്യം നമ്മുടെ കേരളം ഒരുക്കിയിട്ടില്ല, അല്ലെങ്കിൽ കേരളത്തിലില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെ അറിയപ്പെടാതെ പോയത്. കോൺഗ്രസ്സിൽ അങ്ങനെ ആരെയും അങ്ങനെ വളരാൻ അനുവദിക്കത്തില്ല. അത് അവരവർ നോക്കിക്കോണം അവരവരുടെ കാര്യങ്ങൾ. പെട്ടിയെടുത്തോ മറ്റുള്ളവരുടെ പാദസേവ ചെയ്തോ അവർ വളരുക എന്നേ ഉള്ളൂ. അല്ലാതെ അവരെ ആരും വളർത്തുകയൊന്നുമില്ല. പിന്നെ ചിലരൊക്കെ കണ്ടിട്ടില്ലേ, MP ആയിട്ട് ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കാലങ്ങളോളം ഇരിക്കും. മാവേലിക്കരയിലെ MP പിന്നെ കൊടിക്കുന്നിൽ സുരേഷ്, സിറ്റി മണി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. സിറ്റി മണി എന്നറിയപ്പെടുന്ന കൊടിക്കുന്നിൽ സുരേഷാണ് അല്ലേ MP ആയിട്ട് 8-9 തവണയായി. ഒന്ന് ആലോചിച്ച് നോക്ക്. തിരുവനന്തപുരത്തെ MP തന്നെ 4 തവണയായി. ഇനി ഇല്ലെന്നാണ് പറയുന്നത്. നന്നായിരിക്കട്ടെ. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് നന്നായിരിക്കട്ടെ എന്നല്ല, തിരുവനന്തപുരത്തുകാർക്ക് നല്ലത് വരും. അപ്പം ഈ കോൺഗ്രസിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. അവർക്ക് ഈ അവസരം ഇനി അത് മുതലാക്കണമെന്നൊന്നുമില്ല. അത് ഇവർ പിണറായി വിജയനോട് വഴി തുറന്നു കൊടുക്കുകയാണ് വീണ്ടും അധികാരത്തിൽ വന്നുകൊള്ളാനായിട്ട്. ഇവർ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം കളിക്കുന്നവരൊക്കെ ഒരുപാടുണ്ടല്ലോ. ഇപ്പോൾ കോൺഗ്രസ്സിലൊക്കെ സംഭവിക്കാൻ പോകുന്ന നോക്കിയാൽ ഇനി സുധാകരനായാലും ചെന്നിത്തലയായാലും ഒക്കെ BJP-യിലേക്ക് പോകുന്നൊരു സമയം അതിവിദൂരമല്ല. ചെന്നിത്തലയ്ക്ക് ഇനിയിപ്പം 2026 ഒരു മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ട്. ചെന്നിത്തല ഇനി യോഗ്യനാകട്ടോ, ഉള്ള കാര്യം പറയാം. ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് അധ്വാനിച്ചു. സ്പ്രിംഗ്ലർ കേസുമൊക്കെ ശക്തമായി കൊണ്ടുവരികയും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഭരണം ഒന്നും കൈ കിട്ടിയില്ല. 26 അദ്ദേഹത്തിന് പ്രതിപക്ഷ സ്ഥാനവും പോയി. 26 അദ്ദേഹത്തെ UDF ഭൂരിപക്ഷത്തോടുകൂടി വന്നു എന്ന് കരുതുക. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഒരിക്കലും പറ്റത്തില്ല. വയസ്സ് 70 കഴിയും, പിന്നെ പറ്റത്തൊന്നുമില്ല. അദ്ദേഹം മിക്കവാറും കളഞ്ഞിട്ട് BJP-യിലേക്ക് പോകുന്ന, BJP ചെന്ന് റെഡ് കാർപ്പറ്റ്, റെഡോ ഏത് കളറോ കാവിയാണോ എന്നറിയത്തില്ല, കാർപ്പറ്റ് വിരിച്ചിട്ടിരിക്കുകയാണ്. വന്ന് കൂട്ടിക്കൊണ്ടുപോകും. സുധാകരനായാലും പോകുമെന്നുള്ള ഉറപ്പാണ്. പത്മജ പോയില്ലേ, ഇനി മുരളീധരൻ പോകില്ല എന്നുള്ളതിനെന്താ ഉറപ്പ്? ഇതൊക്കെ സംഭവിക്കും. കാരണം കോൺഗ്രസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടുമൊക്കെ കോൺഗ്രസിൽ നിന്ന് പ്രഗത്ഭന്മാരല്ലേ പോയിട്ടുള്ളത്. ജഗജീവൻ റാം എന്ന് പറയുന്ന നേതാവുണ്ടായിരുന്നു, ബഹുഗുണ, നന്ദിനി സത്പതി. അതുപോലൊക്കെ തന്നെ ഇവിടെ ഇത് സംഭവിക്കും. ഈ ചെന്നിത്തല പിന്നെ ഒന്നും മുഖ്യമന്ത്രിയാകാൻ അനുവദിക്കത്തില്ല.
അത് സ്വാഭാവികമായിട്ട് എല്ലാ പാർട്ടികളിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ടല്ലോ. ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ വളർച്ച ഇന്ത്യയിൽ കേന്ദ്രത്തിലാണെങ്കിലും നമ്മളുടെ സംസ്ഥാനത്താണെങ്കിലും 2 പ്രാവശ്യം ഇത്തരത്തിൽ ഒരു വളർച്ചയിലോട്ട് വരാൻ പറ്റാത്തത് കൊണ്ടല്ലേ മാറി ചിന്തിക്കുന്നത്. കാരണം എല്ലാവർക്കും ആഗ്രഹം ഈ പറഞ്ഞോളം അധികാര സ്ഥാനങ്ങളാണ്. അപ്പോൾ മറ്റുള്ള പാർട്ടികൾ വാഗ്ദാനം ചെയ്യുമ്പോൾ ഒരു കണക്കിന് ഇങ്ങനെയുള്ള പുഴുക്കൾ പോകുന്നതല്ലേ പാർട്ടിയുടെ ശുദ്ധീകരണത്തിന് നല്ലത്. അല്ല, കോൺഗ്രസ് കാരണം പിടിച്ച് നിലനിൽക്കും. ഞാനിപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്, അത് ഞാൻ ആ ഒരു ആശയത്തിൽ വിശ്വസിച്ച് നിൽക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പൊ അതിൽ അടിയുറച്ച് നിൽക്കുന്നവർ ആദ്യം മുതൽ അന്ത്യം വരെ നിൽക്കും. അല്ലാത്തവരൊക്കെ അല്ലേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്നത്. ഇപ്പൊ സന്ദീപ് വാര്യ BJP വിട്ട് ഈ കോൺഗ്രസിലോട്ട് വന്നു. അപ്പൊ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്നവർ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോക്കല്ലേ. അങ്ങനെയുള്ളവരെ പോകുന്നത് തന്നെയല്ലേ നല്ലത്. അല്ലെ, കോൺഗ്രസിന് ഇനി എവിടെ വളർച്ച? ഇല്ല, ഇന്ത്യയിൽ ഇല്ലാതായി വരികയല്ലേ ചെയ്യുന്നത്. ഇനിയിപ്പോൾ കേരളത്തിലെങ്ങാനും ഒരു പ്രതീക്ഷയേ ഉള്ളൂ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം കേരളത്തിലെ സ്ഥിതി മുൻകാലങ്ങളിലൊക്കെ LDF, പിന്നെ UDF, UDF, LDF ഇങ്ങനെയായിരുന്നു. അതൊക്കെ പോയി. പിണറായി വിജയൻ രണ്ടാമതും വന്നു. ഇനിയിപ്പോൾ ഇവർ വരണമെന്നുണ്ടെങ്കിൽ തന്നെയും ഇതിനിടയ്ക്ക് ഈ BJP നിർണായക സ്ഥാനം വഹിക്കുകയാണ്. അവർ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നു, സീറ്റ് നേടും. അവർ വലിയ കണക്കുകൂട്ടലിലാണ്. ഏതായാലും കേന്ദ്രത്തിൽ LDF എന്തായാലും ഒരു പ്രതിപക്ഷത്തേക്ക് വരത്തില്ല. ആപ്പും ഇതേപോലെ പ്രതിപക്ഷത്തേക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഉള്ളത് കോൺഗ്രസ് പാർട്ടി തന്നെ. അതിലെ ഘടകകക്ഷികളായിട്ടൊക്കെ ഇവർ കൂടി ഇന്ത്യ സഖ്യം എന്നുള്ള രീതിയിൽ തന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുക തന്നെ. അങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇല്ലായ്മ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഇത്തരത്തിലുള്ള എന്തായാലും ഒരു പ്രതിപക്ഷം ജനാധിപത്യ വ്യവസ്ഥയാകുമ്പോൾ എന്തായാലും ഒരു ഏകാധിപത്യം പോകത്തില്ലല്ലോ. ഒരു ജനാധിപത്യ രീതിയിലല്ലേ പോകത്തുള്ളൂ. കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അത് 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ പറഞ്ഞതാണ്. കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്നാൽ അവരുടെ ആ മുദ്രാവാക്യത്തെ തകർക്കുന്ന തരത്തിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു നീക്കവും ഇവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. രാഹുൽ ഗാന്ധിയെ കൊണ്ടൊന്നും പാർട്ടിയൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. പിന്നെ ഇവരിത് ആർക്കും വിട്ടുകൊടുക്കുകയുമില്ല. അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരെ അല്ലേ അവർ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെയൊക്കെ, KC വേണുഗോപാലും ഒക്കെ. മല്ലികാർജുൻ ഖാർഗെ ഒരു പേരിന് അവിടെ ഇരുത്തിയിരിക്കുന്നതേ ഉള്ളൂ. മൻമോഹൻ സിംഗിനെ പണ്ട് പ്രധാനമന്ത്രിയാക്കി വെച്ചു. കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പിൻസീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്തത് സോണിയാഗാന്ധി തന്നെയാണ്. അതുപോലെ ഖാർഗെ അവിടെ ഒരു പേരിനെടുത്ത് വെച്ചിരിക്കുന്നു. എന്നാൽ ആ സ്ഥാനത്ത് എന്താ ശശി തരൂരിനെ കൊണ്ടുവന്നിരുത്താഞ്ഞത്? ശശി തരൂരിന് തലയ്ക്കകത്ത് ആൾതാമസമുണ്ട്. കാര്യങ്ങൾ അദ്ദേഹം പറയും, പല തിരുത്തലുകളും വരുത്താൻ ആഗ്രഹിക്കും. അതൊക്കെ നെഹ്റു കുടുംബത്തിനെതിരായിരിക്കും. അതുകൊണ്ട് ഇവരിൽ നിന്ന് വിട്ട് പുറത്തേക്ക് പോകത്തില്ല. ഖാർഗെയാകുമ്പോൾ അവിടെ നിന്നോളും. ഇവരുടെ കുശിനിക്കാരനായിട്ടങ്ങ് നിൽക്കും, അനുസരിച്ച് നിൽക്കും. ഇവർ പറയുന്നത് വന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ മല്ലികാർജുൻ ഖാർഗെയാണോ കാര്യങ്ങളൊക്കെ തീർച്ചപ്പെടുത്തുന്നത്? എന്തായാലും കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ ഇല്ലാതാകുകയാണ്. കേരളത്തിലും സ്ഥിതി പരിങ്ങലിലാണ്. പിന്നെ 2026 അതിജീവിച്ച് വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം, കേരളത്തിലെ കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.